ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ടുഗദറിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് നഷ്ടത്തിലായിട്ട് കട ഫസ്റ്റ് സീസൺ തന്നെ അവസാനിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡേ 2 ആണ് കേട്ടോ ഇന്നപ്പോൾ നമ്മൾ രണ്ടെണ്ണം പണിയെടുക്കുന്നുണ്ട് അവിടെ ചെസ്മേനും സുഖു. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തായാലും ഇന്നത്തെ കട തുടങ്ങാം. ഇന്ന് കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കുറച്ച് അപ്ഗ്രേഡ്സ് ചെയ്യാനുണ്ട് കടക്കകത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നേരെ പോകാം അങ്ങോട്ട്. വെച്ചില്ലേ സ്റ്റോക്കൊക്കെ വെച്ചില്ലേ? തുറക്കല്ലേ നേരെ? എന്തോ ഒരു സാധനം കുറവുണ്ടാ നോക്കട്ടെ. എല്ലാം സ്റ്റോക്ക്. വാനില ഈ യോഗurt, ഷെൽഫിലുള്ള എന്തെങ്കിലും കഴിഞ്ഞ മിൽക്ക് ഇല്ല. ഈ ഷെൽഫിലുള്ള എന്തോ കഴിഞ്ഞ പോലെ തോന്നുന്നു. അവിടെ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് എടുത്ത് വെക്കാവോ? നോക്കാം. ആ സാധനം മാത്രം, മിൽക്ക് മാത്രമായിട്ട്. ഇനിയിപ്പോ ആൾക്കാരില്ലാന്ന് പറയണത്. എവിടെ വെക്കുക? ഫ്രീസറിലാണോ? ഫ്രിഡ്ജിൽ സ്ഥലമില്ലല്ലേ? ഓ, അത് പുറത്ത് വെക്കുന്നതാണ്. അയ്യോ അയ്യോ, വലിയ കാശ്. തുടങ്ങിക്കോ. പുതിയ എന്തൊക്കെ സാധനം വെച്ച് എല്ലാത്തിനും കാശ് മാറ്റിട്ടുണ്ടാ? ഇല്ല മാറ്റിട്ടില്ല. അതാ റെഫ്രിജറേറ്ററിന്റെ അകത്തുള്ള ഒക്കെ പുതിയതാ. ഓക്കെ, $3 അതിന് വരുന്നുണ്ടാന്ന്. അതിന്റെ വില 3.95. ഞാൻ മാറ്റിട്ടില്ല അത് വേറെ. അപ്പൊ മാറ്റിക്കോ. അതാ ഞാൻ നോക്കണേ. ചില്ലറ പൈസ ഒന്നും നോക്കല്ലോ. $1 കൂട്ടിക്കോ. ഒന്ന് കൂട്ടണ, ഒന്നിട്ടേ ആരും വാങ്ങിക്കൂല. $1.5 കൂട്ടി. അത് കൂട്ടിട്ടുണ്ട്. ചില്ലറ ഒന്നും കൂട്ടില്ല. കടക്കട്ടെ. ഞെക്കിയ തുറന്നു. ഇന്ന് നമ്മുടെ ലക്ഷ്യം ഒരു മെഷീൻ വാങ്ങിക്കണം. അപ്പൊ $1,000 കച്ചവടം നടക്കണ്ടേ? നടക്കും. ഓക്കെ, തല്ലി ആൾക്കാരെ കടക്കാത്ത അവിടെ ബ്രഷ് എന്ത് കടയിൽ കയറണ പോന്മാർക്കൊക്കെ അടി. കട കയറിട്ട് പടി എടുത്തറങ്ങണം. സ്റ്റിക്ക് ദാറ്റ് ബ്രൂം അപ്പ് യുവർ. കട പോ. ഒരാൾ മേടിച്ചു കൊണ്ട് കയറി. എത്ര രൂപ ചോടാ? $6. ഈ സുഖുന് വിശ്വാസല്ലേ ഏട്ടാ? പോക്കറ്റ് എടുത്തിരിക്കുന്നു കേട്ടാ. നോക്കട്ടെ. 13 കോടി കൊടുത്താ? എന്തായാലും തീർന്നാ? നീ അവിടെ തന്നെ നോക്കിയെന്നോ? ഞാൻ അവിടെ സാധനം എടുത്തേക്കാം. ഒരാള് കാശ് എടുക്കാന്, ഒരാള് കാശ് കൊടുക്കാന്, ഒരാള് സാധനം എടുക്കാന്. എന്നുണ്ട് എന്തോടാ എത്ര നേരടാ? 34 ചില്ലറ ബാക്കി കൊടുക്കണം. മറ്റേ $30 ടോട്ടല്ല. $10 യോഗോട്ടൊക്കെ എന്താടാ മറ്റേ വലിയ പാക്കറ്റാണല്ലോ കൊണ്ടുവന്നത്. ഇതിന് സാധനം തീർന്നാ? ഫ്രൂട്ട് യോഗട്ട് തീരാനായി. 9 ബാക്കിയുള്ളൂ. മാർക്കറ്റ് പ്രൈസ് മാറണോ ഇതിന്റെ? സാധനം ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന? ഇത് സ്റ്റോർ റൂം ആണല്ലേ? വാട്ടി നടക്കു കൊടുന്നവൻ ആരടാ? അതിനും കാശ് കളഞ്ഞു. 3 വടിയോട്ട് വെച്ചിട്ട് വെറുതെ ഒരു കാര്യമില്ല. അടുത്ത കൗണ്ടർ ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ടാ ബാക്കി ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട്. എന്നിട്ട് ഇതുപോലെ കയർ വെക്കണം. നടുക്കട ഈ ഒരു വഴി എടുക്കണ്ട. എവിടെ അതല്ലേ മൂവ് ചെയ്യാന് പറ്റില്ലേ? ഓ, എനിക്ക് കട നടക്കുന്നുണ്ട്. 127 ചേട്ടാ. ഇന്ന് നമുക്കൊരു 1000 ഒപ്പിക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു ഇത്. ഇതൊന്നൊരു സെക്കൻഡ് എന്ത് ചെക്കൗട്ട് മെഷീൻ വാങ്ങിക്കണം. ബൈയിങ് സെക്കൻഡ് ചെക്കൗട്ട് മെഷീൻ. ഇത് നമ്മളെ പാർട്ണർഷിപ്പ് ഉള്ള സൂപ്പർ മാർക്കറ്റ്, മറ്റേതിന്റെ സ്വന്തം സൂപ്പർ മാർക്കറ്റ്. അത് മൾട്ടിപ്ലയർ ഇല്ലാത്തോണ്ട് അതൊറ്റക്കായി.
സോളോ അതെ ഇത് പാർട്ട്ണർഷിപ്പ്. റെസ്റ്റ് എടുക്കണേ പറഞ്ഞോ റെഡി. ആ. എന്തോ ഉണ്ട് കേട്ടാ, കണ്ടാ സാധനം കൂടി ഇപ്പൊ കാശ് കൂടി തുടങ്ങി. സാധനം ഞാൻ എടുത്തേക്കണം. സാധനം നീ നല്ലോണം വേണേ പൈസ എടുക്കുന്നുണ്ട്. ഞാൻ ബില്ലിങ്ങിനാക്കിക്കോ. ഏത് ഞാനാ? ഓക്കേ, ഓക്കേ, ഓക്കേ. സാധനം ഞാൻ ബാക്കിയാ. ഞാൻ സാധനം ഫില്ല് ചെയ്യാം. നീ ബില്ല് മാത്രം അടിച്ചോ, ഞാൻ അവിടെ സാധനം കൊടുക്കാം. എടാ സാധനങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റോറൂമിലൊന്നും കൊണ്ടാക്കണ്ട, മെഷീന്റെ അടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. ഓരോടുത്തോണ്ടോ പോവാന്. വേണ്ട, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ല നോക്കി. ഇല്ല ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോ മറന്നിട്ടേ സാധനം എടുത്തിട്ട് പുറത്തോണ്ട് വെച്ചാലേ. എടാ, ഇത് എത്രയുടെ ചില്ലറ? വേഗം വേഗം വലിയ ക്യൂ ആണ്. സുഖപ്പെട്ട് നോട്ടതിന് ഫണ്ടാ. എടാ ഒരു $36 പെട്ടെന്ന് ഉണ്ടാക്കി സാധനം ഓർഡർ ചെയ്യാനാ. നീ എന്താ മേടിച്ചത്? ഇത് കൊറയാനുള്ളത്. സാധനങ്ങളൊക്കെ തീർന്ന് ഒരു $22 കൂടെ പെട്ടെന്ന് ആയിക്കോട്ടെ. സാധനം തീർന്നോട്ടെ, പൈസ വേണ്ടേ അടുത്ത് വെക്കാൻ? പക്ഷെ സാധനം കച്ചവടം നടക്കും. സാധനം പക്ഷെ ഓട്ടോ സ്റ്റോക്ക് ആകാൻ പാടില്ല. നമ്മളെ കടയില് അപ്പുറത്തെ കടയിൽ പോവും. പ്രശ്നമാണത്. ഇന്ന് മൈനസ് തന്നെ. ഇല്ല ഇല്ല ഇന്ന് $1000 ആക്കും. നമ്മൾ ഡേ 2 3000 വേണ്ടില്ല, $1000 മെഷീൻ വാങ്ങിയിട്ട് നിർത്തും. ഇരുന്നിട്ട് വരും. ഒക്കെ കൊണ്ടുപോയടാ നീ. കടയില് ബാക്കി കൊടുക്കാൻ പൈസ വേണോട്ടാ. അത് ലോൺ എടുക്കാം. ലോൺ എടുക്കാൻ പറ്റണോ? ശരിയാണല്ലേ, ലോൺ എടുത്തിട്ട് മെഷീൻ വാങ്ങിക്കായിരുന്നു. ബഗിന്റെ പേരിൽ എടുക്കണേ. വേണ്ട നമുക്ക് പാർട്ണർഷിപ്പിലാണ്. നമ്മള് പാർട്ണർഷിപ്പിൽ തന്നെ എടുക്കുള്ളൂ. നീ ഒറ്റയ്ക്ക് വേണോടാ. നീ മറ്റേ ക്യാഷ് കൗണ്ടറിൽ നിന്ന് കാശ് എടുത്ത് പറ്റുന്ന എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട. നീ സാധനം എടുക്കണ്ടടാ, സാധനം എടുത്തോളൂ. അല്ലല്ല നല്ല എളുപ്പപ്പണിയില്ലേ? നല്ല കഷ്ടപ്പാടാണല്ലോ അവിടെ. പണി എടുക്കട്ടെ. ഞാൻ സാധനം എടുത്ത് വെച്ചാടാ, നീ ബില്ലടിച്ചത്. അല്ലെങ്കിൽ സുഖം നീ കാര്യോ, ഞാൻ കസ്റ്റമർ ഡീൽ ചെയ്യട്ടെ. ഇത് കൊള്ളാം, ഈ സാധനം കൊള്ളാം. ഏത് ആ കുട്ടിയാ? ഞാൻ പോയ ഫ്രണ്ട് കണ്ടില്ലേ, ഞാൻ ബാക്ക് അത്ര കിട്ടണം. കൊള്ളാം. കൊള്ളാം. രണ്ട് ചേച്ചിമാരുണ്ടല്ലേ ചേച്ചി. ഈ സ്റ്റോർ റൂം അത്ര പോരാ, നമുക്ക് ഇപ്പുറത്ത് പോയാലേ. അത് സ്റ്റോർ റൂം, ഇത് സൂപ്പർ മാർക്കറ്റ്. എന്താടാ അതെ ആടാ കണ്ട $112 ആയണ്ടാ അടിക്ക് കൊണ്ടോ. ആരാ കൗണ്ടറിൽ ആരാ? സത്യസന്ധൻ, സത്യശീലൻ. നിന്നെ കണ്ടിട്ട് കാശ് എന്നിട്ട് വേണ്ടതാണ്. അപ്പൊ ടിപ്പ് തരുന്നില്ല ആരും. സ്റ്റെപ്പൊക്കെ തരും മിക്കവാറും. ടിപ്പ് തരുന്നില്ല. നീ എത്ര സാധനം മേടിച്ചു? ടിപ്പ് എന്തെങ്കിലും എടുക്കണം. നീ ഒരു $2 കുറച്ച് കൊടുത്താൽ മതി തിരിച്ചിട്ട്. കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എങ്ങനെ? അങ്ങനുണ്ട്. മറ്റേല് പറ്റുമായിരുന്നു, പക്ഷെ ഇതിന് എക്സ്ട്രാ കൊടുക്കാൻ പറ്റുന്നോണോ കേട്ടാ തിരിച്ചിട്ട്. സാധനങ്ങളൊന്നും പോന്നില്ല. ആരും വില കൂടുതലാന്ന് എന്തേലും ഇല്ലല്ലോ അല്ലേ? ഏയ് വില കൂട്ടണം. അപ്പൊ ഞാൻ വെറുതെ നല്ലത് ഇങ്ങനെ അടുപ്പിച്ചിരുന്ന ഞാൻ രണ്ടാമത്തെ വെച്ച്. അപ്പൊ ഏറെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. രണ്ടാമത്തെ ഞാൻ അടുക്കി വെച്ചണ്ട. ഓ വെറുതെ അല്ല, ആ സാധനങ്ങളൊക്കെ കുറച്ചേ ഷെൽഫിൽ കൊള്ളുള്ളൂ. അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ. ഇത് വലുതാക്കാൻ പറ്റണോ സൂപ്പർ മാർക്കറ്റ്? ഇത് നീളത്തിനുള്ളിലോട്ടാക്കാം കേട്ടോ. അതെന്താ പിങ്ക് കളറ് നീല കളർ എന്താ? ഒഫീഷ്യൽ ബില്ലറായിട്ട് നമുക്ക് ആരെങ്കിലും ഹയർ ചെയ്യണം. അവിടെ ഒരു സൈഡ് ഷോറൂം, ഒരു സൈഡ് ജയില്. ശരിയല്ലേ, ജയില് നമ്മള് കാണിച്ചു കൊടുത്തില്ല. ഞാൻ സ്വന്തമായിട്ട് ജയിലിൽ പോട്ടരാ. എന്നെ ജയിലിട്ട് ഞാൻ 10 പ്രാവശ്യം അവിടെ ഞെക്കണം. പോടാ, നാളെ ഞാൻ പുതിയ മോശം കണ്ടിരുന്നിട്ട്.
അവരെന്തേലും സാധനം എടുക്കുന്നുണ്ട്. ഇവരൊക്കെ ഇതൊക്കെ എടുത്തിട്ട് എവിടെ ഇടുന്നു നോക്കണേ? കവറോ കട കയറിയിട്ട് പോടാ, കട കയറിയിട്ട് പോടാ, കട കയറിയിട്ട് ചേച്ചി അവിടെ എൻട്രൻസിലാണ് ഫോൺ എടുത്ത് തൊപ്പിക്കാരൻ. കട കയറിയിട്ട് പോടാ, കട കയറിയിട്ട് പോടി. പോലീസ് പറഞ്ഞ കേട്ടാ ഈക്ക് പോലീസ് കളിക്കടാ, എടാ കട കയറിയിട്ട് പോടാ, നാളെ കണ്ടേക്ക് ഒരുത്തി അവിടെ കേറി. കട 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 കയറിയിട്ട് പോടാ, കട കയറിയിട്ട് പോടാ, പോടാ. ഞാടിക്കണാ മില്ലേ? അപ്പൊ ഞാൻ വെറുതെ വെച്ചതാണ്. നീ എന്തിനാ ഇപ്പൊ തന്നെ അടി അടി കാത്തിരിക്കുവായിരുന്നു. ഇത് നിർത്ത് പുറത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു ഞാട്ട. എന്നിട്ട് ഞാൻ ബില്ലടിക്കാം. ഇനി ഞാൻ കുറച്ച് ബില്ലടിക്കാം. എന്താ പുതിയൊരു പടം നീ ഇവിടെ എത്തിയാ? കാശ് എടുക്കണ്ട് വന്നോടാ. 35. എടാ മേലെ ഇത് കഴിഞ്ഞാ ഒരു ബോക്സ് ഉള്ളവരും ഇവിടെ തീർന്നു 4. അയ്യോ ഉപ്പ് തീരാനായി. ഉപ്പ് നല്ല വില ഉറച്ചിട്ടായിട്ട് തോന്നുന്നു. കൂട്ടിയിടാ അങ്ങോട്ട്. ഓഫറൊക്കെ കഴിഞ്ഞു. അവിടെ ഇവര് ചില്ലറ തരാൻ വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ. അവര് സാധനങ്ങളും കഴിയാനായിട്ടാ. കാശുണ്ട്, ഓർഡറാക്ക്. അയ്യോ വേണ്ട ഇത് വാങ്ങിക്കാനുള്ള മിഷി വാങ്ങിക്കാനുള്ളത്. സാധനം ഇല്ലെങ്കിലും വേണ്ടില്ല, ഒന്ന് മിഷി വാങ്ങിട്ട് തന്നെ കാര്യം. തീരാനായി ഉണ്ട്. നോക്കട്ടെ നോക്കട്ടെ. എടാ നീ ഒന്നും മേടിക്കല്ലേട്ടാ സുഖു. അതില് കാണിക്കോടാ. നീ അവിടെ തന്നെ നോക്കുന്നല്ലേ? ഓക്കെ കുറച്ച് കൂടുതൽ സാധനം എടുത്തോടാ അവർക്കൊക്കെ. ഈ മെഷീൻ അപ്പൊ എന്തിനുള്ളതാണോ? ഏത്? ഇവിടെ ഉള്ള ഒരു കാഷ്യറിന്റെ പോലത്തെ. അവിടെ കാഷ്യറിന്റെ മെഷീൻ ഉണ്ടാ? ആൾക്കാര് മടങ്ങി പോകണ്ടല്ലോ, എന്തോ ഇല്ലാതെ തോന്നാണ്. ക്യാഷ് അടിക്കാൻ കൊണ്ടുവരുന്ന ആളില്ല. ഓ നെക്സ്റ്റ്. അവിടെ എന്താ ലൈറ്റ് എത്താത്ത? കറണ്ടില്ല. സമയമാണല്ലോ. വെക്കാൻ പറ്റുമോ? ചെലവാണ്. വേണ്ട കാശ് കൊടുത്തിട്ടില്ല അങ്ങനെ ലൈറ്റ് ഒന്നും നമുക്ക് വേണ്ട. അടങ്ങി അടിയിലുള്ള ടീ മേടിക്കണോ അതോ അതിന്റെ അപ്പുറത്തോട്ട് പോകും? ടീയാ പ്രൊഡക്റ്റാ? അത് അൺലോക്കായി. നമുക്ക് ഇനി ഒരു പോയിന്റ് ഉണ്ട്, മേടിക്കണോ? ഗ്രീൻ ടീയുടെ മേടിക്കണോ അതോ എംപ്ലോയി ഉണ്ടോണ്? ഒരു പോയിന്റ് വെച്ചിട്ട് എംപ്ലോയി ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പോയിന്റ് വെച്ചിട്ട് എംപ്ലോയി ഇല്ല. എംപ്ലോയി ഇല്ല, എംപ്ലോയിക്കുള്ളായിട്ടില്ല. 2 എത്ര വേണം എംപ്ലോയി? വൈഫൈ കണക്ഷൻ എന്തിനോട് നിന്നില്ല സമയമില്ല. ആരുടെ ഫോട്ടോ എടുക്കുന്നത്? സാധനം ഫില്ല് ചെയ്യുന്നതാണ്. അവിടെ സ്വിച്ച് വല്ലതും ഉണ്ടോ അവിടെ ലൈറ്റിന്? ഇല്ലല്ലോ. ഇവിടെ ഒന്നും കാണാനില്ല. നേരത്തെ ഓണായാലേ അതാ വലുതാണ്. $8 ആക്കി ഇട്ടേക്കണു ഉപ്പിന്. എടാ ആര് കൊണ്ടുപോയാലിത്? പോയിന്റ് എങ്ങനെ ഇടല്? കോമ പോയിന്റ് നീ എന്തിനാ അങ്ങനെ ഇടുന്ന? നീ സ്ക്രോൾ ചെയ്താ മതി, അതില് വില കൂടിക്കോളും. പെട്ടെന്നുടല്ലേ അത്ര കൂട്ടിട്ടാലൊന്നും കച്ചവടം എന്താടാ പാവപ്പെട്ടമാരല്ലടാ. ഒരു 25 പൈസ വെച്ച് എല്ലാത്തിനും കൂട്ടിക്കോ. 25 പൈസ വെച്ച് എല്ലാത്തിനും കൂട്ടിക്കോ. 440 പകുതിയായി നമ്മള്. ഒരു പകുതിയും കൂടെ 25 പൈസ വെച്ചിട്ട് എല്ലാത്തിനും കൂട്ടിക്കറ. ആള് എടുക്കുമ്പോ അതിന് പൈസ കൂട്ടിയാ മതി. ബഗ്ഗി ആള് ഫ്രിഡ്ജിന്റെ അടുത്ത് വന്ന എല്ലാത്തിനും ഒറ്റ കൂട്ടല്. അവരെടുക്കുമ്പോ കൈ ഇടുമ്പോ എനിക്ക് തോന്നുന്നു അവര് കയ്യിലെടുത്തു കഴിഞ്ഞാ മാറില്ല. അവന് എന്ത് ധൈര്യം വേണം? അവനെടി പോയിടി. എന്നെ ഞാൻ ഇന്ന് കൊന്നിട്ട് പറഞ്ഞേക്കുള്ളൂ. അപ്പൊ എന്തായാലും ചെക്ക് കൗണ്ടർ വാങ്ങിട്ട് നീ പറയോടാ അങ്ങനെ? എണീക്കരുത്. നീ പറയോടാ അങ്ങനെ? അങ്ങനെ പറയൂ. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലൊക്കെ അല്ല. അതാണ് ട്രെവറാ. അയ്യോ അടുത്തവനിപ്പോ പറയും കേട്ടോ മിക്കവാറും ആ ഡയലോഗ്.
അവിടെ മിൽക്ക് കഴിഞ്ഞടാ. നീ പറഞ്ഞ അന്തിയാണ്. ഇനി ഞാൻ പറയില്ലടാ. മിൽക്കിന് വില കൂട്ട്. 25 വെച്ച് എല്ലാത്തിനും കൂട്ട്. കഴിയാനായി വില വെക്കണ്ടേ? ഇത് ലാസ്റ്റ് പീസ് അല്ലേ, അപ്പൊ എല്ലാരും അവർക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. അതെ അതെ. ഇവിടുന്ന് പോയി ഇനി കിട്ടില്ല എന്ന് തോന്നണം. ഓ ഇപ്പുറത്ത് കട വന്നിട്ട് എടാ, ഇപ്പുറത്ത് ഒരു കട തുടങ്ങിയേക്കണാരോ. ഹോട്ട് പൊട്ടിക്ക് ഡോഗ്സ്. പൊട്ടിക്ക് അനടി ഇടി ഹോട്ട് ഡോഗ്സ്. പോയിടി ഹോട്ട് അവനെ. ഡോഗ്സ്. അല്ല, ആളില്ല അവിടെ. ഹോട്ട് ഡോഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത്. ആ ആളില്ലാത്ത കട. നമുക്ക് $1 വെച്ച് കൂട്ടിയാലല്ലോ എന്തിനോ. കണ്ടാ, $1 കൂട്ടിയാൽ ചിലപ്പോ ഓവർ റേറ്റ് ആവും. $1 എമൗണ്ട് തന്നെ. കൂട്ടിക്കോ കൂട്ടിക്കോ സാധനം പെട്ടെന്ന് തീർന്നു പോണേ. കൂട്ടിക്കോ കൂട്ടിക്കോ. ആൾക്കാർ സാധനം എടുക്കുന്നുണ്ട്. കൂട്ടിക്കോ കൂട്ടിക്കോ. ഒരു പ്രശ്നമില്ല. നമുക്ക് ഇനി കൊറേ ഷെൽഫ് മേടിക്കണം, സാധനം കഴിഞ്ഞടാ. കൗണ്ടർ മേടിക്കണം, പണിയുണ്ട്. സാധനം കഴിഞ്ഞി. സാധനം മേടിച്ചപ്പോ ഒറ്റയടിക്ക് അതിന്റെ പകുതി പോകും അതാ പ്രശ്നം. ഉണ്ടാക്കിയതിന്റെ. ഇപ്പൊ ഓന്റെ നമുക്കിപ്പോ ഉപയോഗിക്കണ്ടാന്ന്. അപ്പൊ അതിന്റെ നോക്കി അതിന്റെ ഡയറക്ഷൻ നോക്കും. ഇതിന്റെ മാപ്പ് മേലേക്ക് പോകുമ്പോ വൈഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരുന്നുണ്ട്. അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് പെർ ഡേ വൈഫൈ വെച്ചാല്. ഓ കസ്റ്റമർ മോഡല്ലേ. ഹലോ ഹയറിംഗ് ആൻ എക്സ്ട്രാ എംപ്ലോയിനെ മേടിക്കാൻ പറ്റും നേരത്തെ പോയി. ഷില്ലിങ് മാറ്റി, പിന്നെ എല്ലാത്തൊന്നും ഷില്ലിങ് മാറ്റി, എംപ്ലോയി വിൽ എല്ലാത്തൊന്നും മറ്റേ സെന്റ് മാറ്റി. സെന്റ് നിനക്ക് സെന്റ് ബില്ലടിക്കാൻ വയ്യല്ലേ? ഇത് ഭയങ്കര പ്രശ്നം. 1 സെന്റ് എല്ലാം കൊടുക്കണ്ടായിരുന്നു. ഓക്കെ വെയിറ്റ്. ഫ്രീ എനർജി ഡ്രിങ്ക് വെച്ച എംപ്ലോയീസ് 20% കൂടുന്നു. വർക്കിംഗ്. 36, 30. പിന്നെ ബേസിക് പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാൻ പറ്റും കേട്ടാ. മറ്റേ കോള പാക്ക്, സോഡ പാക്ക് ആ ഇത് ഇറങ്ങിയിട്ടുണ്ട്. ബോട്ടിൽ വാട്ടേഴ്സ് സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട്. എടുക്കാൻ കാശില്ല. പക്ഷേ അപ്പൊ പിന്നെ കാശ് വരുമ്പോ മേടിക്കാം. അപ്പൊ തൽക്കാലം ഞാൻ പോട്ടെ. അതാണ് കയ്യിന് കടയടക്കേണ്ട സമയമായി. എടാ നമുക്ക് ആ ലാഭമായില്ലടാ. കടടക്കല്ലേ കടടക്കല്ലേ. അതാ കടന്ന് പുലർച്ചെ വരെ ഓടട്ടെ. അവിടെ ആള് ഉപ്പ് തീർന്ന്, വരുന്നില്ലല്ലോ. പഞ്ചസാര തീർന്ന്, ഹണി സിറിയല് തീർന്ന്, വാട്ടർ ബോട്ടിലും തീർന്നു. തീർന്ന സാധനം മാത്രം വേണമെങ്കിൽ വാങ്ങിക്കോ. അങ്ങനെ തീർന്നത് മീൻസ് ഫുൾ ആയിട്ട് തീർന്നല്ല. 1 4 5 3 1 8. ഓ ഞാൻ ഒരു സാധനം വാങ്ങിയായിരുന്നു, മിൽക്ക്. എന്തായാലും ഫുള്ള് തീരുന്ന വരെ ഇരിക്കട്ടെ. കഴിഞ്ഞട്ടാ. കട കഴിഞ്ഞല്ല. അപ്പൊ കൂട്ടിക്കോ. ആള് അയ്യോ കഴിഞ്ഞു. ഒന്നും പറയണ്ട. പിറ്റേ ദിവസമായടാ. അതെങ്ങനെ? നമ്മ പുലർച്ചെ എന്നിരുന്ന് വർക്ക് ചെയ്ത് കട കൂട്ടില്ല. അയ്യോ പറഞ്ഞിക്ക്. ഞാന് ഞെക്കിയതാ. 4 ലക്ഷം. നമ്മളെ കടയിൽ കള്ളം കേറീനി. മണി ലോസ്റ്റ് ബിക്കോസ് റോബേഴ്സ്. 63 വെള്ളി. ആടാ അപ്പൊ സെക്യൂരിറ്റിനെ നിർത്തണ അതിനാണല്ലേ? എന്താ ഈ നിലത്തുനിന്ന് സാധനം പുറക്ക്. ഇങ്ങോട്ടാ. എവിടെ? ഇതേതാ? നമ്മളെ കടയത്തെ സാധനല്ലേ? എവിടെ? എന്റെ കയ്യിലില്ലല്ലോ സാധനം. പോയി. ഞാൻ പറക്കി സുഖം 1 പറക്കി, ഞാൻ 1 പറക്കി. കട ഉറക്കല്ലേ? ഒന്നുമില്ലല്ലോ ഇനി. തുറന്നു. സാധനം വാങ്ങണ്ട. തീർന്നിട്ട് വാങ്ങാം. പൂജ ആവട്ടെ എന്നിട്ട് വാങ്ങാം. അതെ, ഈ വടി ആവശ്യം വരും. കള്ളന്മാരെ കണ്ടാ അപ്പൊ കൊടുത്തോ. കടയിൽ നിന്ന് സാധനം നോക്കിയിട്ട് സാധനം ഇതെന്താ മേടിക്കാണ്ട് പോണവരെ തലക്കിട്ടടിക്കാം. അതെ, ബൈ ഷോപ്പ് സ്പേസ് വാങ്ങിക്കാൻ 250 മതി ചേട്ടാ. വേണ്ട നമുക്ക് ആദ്യം ചെക്കൗട്ട് കൗണ്ടർ. നല്ല പൈസ ഒക്കെ മാറ്റിയിട്ടേ. അത് ഞാൻ റൗണ്ട് ആക്കിയാണ് ഓൾറെഡി. അവൻ കൂട്ടുന്ന കൊണ്ടും കൂട്ടിക്കോട്ടെ. അതുവരെ കംപ്ലൈന്റ് വരണവരെ നമുക്ക് മേടിക്കാം. കംപ്ലൈന്റ് വരണവരെ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഉണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവിടെ ഉപ്പ് സ്റ്റോക്ക് ചെയ്യാൻ റെഡി ആയിക്കോ. അതുപോലെ മറ്റേ സിറിയല്, ഹണി സിറിയല്, ഷുഗർ, വാട്ടർ, യോഗട്ട്. എന്നിട്ടിപ്പോ 300. എവിടെ 4 വാങ്ങുന്നുണ്ട് ആള് വാങ്ങുന്നുണ്ട്. ഓക്കെ. കംപ്ലൈന്റ് പറയണവരെ ആക്കിക്കോ. കുഴപ്പമില്ല. പൈസ കിട്ടണ്ട അതിനനുസരിച്ചിട്ട്. അതുകൊണ്ടാ
പണിയില്ല, മറ്റേ ചില്ലറ പൈസക്കുള്ള പണിയില്ല. നല്ലതാ. നല്ലതാ, അതന്നെ നല്ലതാ. 3:30 മതിയാ എനിക്ക്. അതിൽ കൂടുതൽ വരെ അടക്കുട്ട. കൊണ്ടുപോവാ. പൈസ തരുന്നവന്മാരൊക്കെ മുടിഞ്ഞു പോണേ. കർണന്മാരാ ചില്ലറ പൈസ അല്ലേ? ഞങ്ങക്ക് കാർഡ് തന്നൂടെ? നോ മോർ പ്രൊഡക്ഷൻ ബോക്സ്. എടാ നീ ഇത് എവിടുത്തെ കച്ചറ കൊട്ടയിൽ കളയുന്ന? അതിന് കാശ് കിട്ടുന്നുണ്ടാ? കളയുന്നില്ല. അതെന്താ ചീസ്? ബഗ്ഗി നീ പൈസ അടിക്കാൻ തന്നെ സാധനം കേറ്റ. പൈസ അടിക്കാൻ അവിടെ പൈസ chest ഉണ്ട്. അടിക്കാനൊന്നുമില്ല. ഞാൻ അവിടെ ഉണ്ട്. അതല്ല സാധനത്തിന്റെ. ഓ അത് നമ്മള് ഈ പഴയ സാധനം, പുതിയ സാധനം നിർത്തിയില്ലല്ലോ. ആ മെഷീൻ ഇവിടെ പൈസ കുറഞ്ഞില്ല. ആരെത്ര അധികം മേടിച്ച്? അത് നമ്മള് സ്റ്റോക്ക് ഇറക്കിയതാ. പോടാ. അത് കൂടുമ്പോ എന്തൊരു സന്തോഷായിരുന്നു. ഇവിടെ യോഗട്ടിന് ഇത്ര വില ഇട്ടിട്ട് ഇവന്മാര് എന്തിനു വാങ്ങിക്കൊണ്ടുവന്നത്? അപ്പൊ നീ മേടിക്കണ്ടെന്നാണോ പറയുന്നത്? അല്ല, കുറച്ചുകൂടെ വില കൂട്ടിയിടാന്. ഷുഗർ എടാ 0. എടാ ഈ പെട്ടി കഴിഞ്ഞാ കച്ചറോട്ട കൊണ്ടുപോയിട്ടാ. നീ വീണ്ടും വില കൂട്ടത്തിയാടാ. കൂട്ടിയിട്ടെ ലോകട്ട് നല്ല മൂവ്മെന്റ് ഉണ്ട്. അതാ പെട്ടെന്ന് പോകുന്നുണ്ട്. നീ എന്തിനും കുറവുണ്ടാ? അയ്യോ വെള്ളം തീർന്ന്. എടാ ഇത് ഉണ്ടാക്കണ മൊത്തം ഇവര് കൊണ്ടുപോകാനില്ല. പക്ഷെ ഇതില് കൂടുതൽ കിട്ടുന്ന എടാ തോന്നുന്നു. കള്ളതി. ഇത് എല്ലാത്തിനും റേറ്റ് കിട്ടി കിട്ടി എന്ത് കളനെ കിട്ടി. അവന്താ കാട്ടി? എത്ര സാധനം കൊണ്ടുവന്ന് പൈസ തിരിച്ചിട്ടില്ലേ കൊറേ? ആ അതാ സത്യം. ഇത്ര അടി ഇട്ടിട്ട് മൈൻഡ് ആക്കാണ്ട് വേണം. പൈസ കൊറേ തിരിച്ചിട്ടി. ആ അതാ വെറുതല്ല കാശ് പറയുന്ന കേട്ടാ. ഞാൻ നോക്കിയപ്പോ തലയുടെ മുകളിൽ ചിഹ്നം. അടുത്തവൻ വടിയോടെ സാധനം തൊട്ട് കാശ് നട്ടോടാ. കാശ് നട്ടോടാ. കാശാടാ കാശാടാ തീർന്ന. കിട്ടുന്നുണ്ട് അങ്ങനെ അടിക്കുമ്പോ? ആ കിട്ടുന്നുണ്ട് കിട്ടി. പോടാ. ആ അടാ ഇവന്മാര് എന്ത് ചെയ്യണമെന്നറിയോ? ആ മിൽക്ക് ബ്രിക്ക്. ദിസ് ഈസ് സോ എക്സ്പെൻസീവ് എന്ന്. അപ്പൊ കുറച്ച് അവിടെ 91 സാധനം $4 കിട്ടിരിക്കണ്. എന്തോ ഒളുപ്പുണ്ടടാ നിനക്ക്. കൂട്ടുമ്പോ സാധനത്തിന്റെ ആ പെണ്ണതിന്റെ ഇടക്ക് കൂടെ നടന്നു. പറ്റിക്കുന്നതാണോ അതിന്റെ പടി? ദിസ് ഈസ് ടു എക്സ്പെൻസീവ്. അടുത്ത് എന്താ സുഖോട്ടിരുന്ന് വില കൂട്ടാണ്ട് ഇതിരുന്ന ചേറ്റ. വേറെ എന്തിനൊക്കെ വില കൂട്ടിട്ട് നീ അയച്ചിട്ട് വല്ലാണ്ട് കുറക്കം വേണ്ട? വല്ലാണ്ട് കൊടുത്തൊന്നുമില്ല. ഇരട്ടി കോക്കിയാണ് ഇത്. ഇരട്ടിയുടെ ഇരട്ടി. അതായത് 0.91 സാധനത്തിന് അവൻ $4 ഇട്ടിരിക്കുന്നു. സെക്യൂരിറ്റി നിർത്തണപ്പോ അതിനാണ് കേട്ടോ. മറ്റേ അവിടെ റൈസ് തീർന്നതാണ്. ഇല്ലോ ഇത് മറ്റേ ഇതിലുണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലുള്ള സെയിം സാധന ഇല്ലോ. ഈ മറ്റേ ഹണി സിറിയല് ഇതൊക്കെ സൂപ്പർ മാർക്കറ്റുള്ളതാ. ദിസ് ഈസ് ടു എക്സ്പെൻസീവ്. അയ്യോ എന്തോ എക്സ്പെൻസീവ് ആന്ന് പറഞ്ഞല്ലേ. ഷുഗർ നീ പൈസ അടിക്കും പെട്ടെന്ന് നാളോടെ. ഈ സമയത്തിനുള്ളിൽ നമുക്ക് അത്ര ആളെ കിട്ടണം. അടുത്ത സാധനം ഇരട്ടയേക്കാൾ കൂടുതൽ കാശ്. 13.91. എന്തൊരു ചില്ലറ കണക്ക് വരുന്നത് ഇതികൊണ്ട്. ഈ 1-2 കണക്കൊന്നും വരില്ലേ?
ഇത് ഓക്കെയാണെന്ന് തോന്നുന്നു. സാൾട്ടാ കൊറേ ആളുണ്ടല്ലേ. സാധനം തീർന്നാ? ആ യോഗട്ട് തീർന്നു. സ്റ്റോർ റൂമിലൊന്നും ഒന്നുമില്ല അല്ലേ? ഓക്കെ, വലിയ ലാഭമൊന്നുമില്ല കട. നോക്കണേ. സാധനം തീരുന്നു, സാധനം എടുക്കുന്നു. സാധനം എടുക്കല്ലേ, സാധനം എടുക്കല്ലോ. യോഗട്ട് കഴിഞ്ഞു. യോഗട്ടിന് നല്ല ഡിമാൻഡ് ഉണ്ട്. സാധനം ഒന്നും എടുക്കല്ലേട്ടാ. സ്റ്റോക്ക് ഔട്ട് ആക്കാനാണ്. കട വലിയ ലാഭമൊന്നും കാണാനില്ല. ഉള്ളതൊക്കെ വിറ്റ് ഒഴിവാക്കാദ്യം, എന്നിട്ട് നമുക്ക് പുതിയ കട പോലെ തുടങ്ങാം. എത്ര രൂപ കൈ? $53. എന്താ ഒരു സാധനത്തിന് വിലട്ടിച്ചിരിക്കുന്നു. സുഖം അല്ലാണ്ടാരും അങ്ങനെ ചെയ്യണേ. ഇതെങ്ങനെ നീ അടിച്ചത്? കീബോർഡിൽ എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. അടിക്കണം. അപ്പൊ എനിക്ക് പറ്റുന്നില്ല കേട്ടാ. മാറ്റി മാറ്റി. $4 കിട്ടിരിക്കണ ചീസിന്. ഇവന് വയ്യേട്ടാ. ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പോയതാ. $4 കൂടുതലാ. അടാ 1.83 സാധനത്തിന് 4.83 ഇട്ടിരിക്കുന്നു. അവര് വില കൂടുതലാണ്ട് ഇവിടെ തെറിയാണ് ഇവിടെ. 4 വേണ്ട, ഇരട്ടി കാശ്. ഓക്കെയാണ്, ഇരട്ടി കാശ് ഇട്ടോ. അതായത് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടണ ഇരട്ടി കാശ്. അപ്പൊ സാധനം എടുക്കൂല ആൾക്കാര്. ഞാൻ വെച്ചോക്കി. $505 സാധനം എല്ലാം. അയ്യോ കഴിഞ്ഞടാ. പറ്റുമെങ്കിൽ 5.5 ഒഴിവാക്കിട്ട് 0.5 ഞാൻ മാറ്റുന്നുണ്ട്. ഞാൻ ഒക്കെ ഓക്കെ ആക്കി വെച്ചതാ. ഇവ ഇനി ഇടക്ക് പോയിട്ട് വീണ്ടും പോയിട്ട് എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. എത്ര പോലെ ആൾക്കാര് കൗണ്ടറിലാണ്ട് നടക്കൂല. അതേ 76 എടുക്കുന്നു. എടാ സുഖം 76 മാറ്റിട്ടൊന്ന് റൗണ്ട് ആക്കിയാടാ. കൈ മെഷീൻ ഉണ്ടാ? യോഗട്ട് റിയൽ സൂപ്പർ മാർക്കറ്റ്. ഏതാ കള്ളന്മാരെ നോക്കാൻ ഒരാൾ നിക്കണല്ല. എടാ നടത്തണ്ടോ നീ? ദിസ് ഈസ് എബിയോസ്. അയ്യോ സോറി. എമൻഡൽ ചീസിന് വില കൂടുതലാണ് കേട്ടാ. നോക്കട്ടെ. അല്ലാതെ ഫ്രൂട്ടാ. ഞാൻ പറഞ്ഞില്ലേ 3.5. മെഷീൻ ഇവിടെ കിടക്കട്ടെ. ആവശ്യമുള്ള സാധനം. അടുത്ത കാലത്തൊന്നും പണക്കാരനാവില്ല. എടാ എനിക്ക് തോന്നുന്നു നമ്മള് പുതിയ ഐറ്റംസ് ഇറക്കി കഴിഞ്ഞാൽ ഇതാവും. വില കൂടി ഐറ്റംസ് ഇറക്കിയിട്ട് വിൽക്കൽ തുടങ്ങിയ ലാഭം കൂടുതൽ കിട്ടും. മനസ്സിലായ? പുതിയ സാധനം എടുക്കണ. 2 എടുത്താലേ 2 പോയിന്റിന്റെ. ശരിയാ. നമുക്ക് ആദ്യം മെഷീൻ വാങ്ങിക്കണം, എന്നിട്ടാണ് എനിക്ക് ഈ വീഡിയോ തീർന്നിട്ടില്ല. മൊത്തം തീരട്ടോ. ഇനിയുള്ളതൊക്കെ കിട്ടാത്തവരൊക്കെ കിട്ടില്ല എന്നാണ് പോയിക്കോട്ടെ. അത്യാവശ്യം ആൾക്കാർ എന്തിനുണ്ടോ അതിന്റെ? അയ്യോ കസ്റ്റമറിനും തല്ലി. കിട്ടിയല്ലോ, പൈസ കിട്ടിയല്ലോ. അടുത്തവൻ നിനക്ക് ഇവിടെ തന്നെ വന്ന് കിടക്കുന്നു. കൂടെ മേലെ ഇങ്ങോട്ട് വരരുത്. പോലീസിനാ കട്ടുണ്ടിട്ട് പോലീസിനെ വിളിക്കുന്നോടാ ചെറ്റെ. എടാ അത് പാവപ്പെട്ടാനാടാ.
പിന്നീട് കള്ളനാന്ന്. തലയുടെ മുകളിൽ ഒരു നോട്ടിന്റെ ചിഹ്നത്തും ഒരു ഇൻഡ്യൂട്ട് എടുക്കുന്നുണ്ടോ? ഓക്കെ അങ്ങനത്തെ ആൾക്കാരെ കാണാമാര്. അതെ 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 അതെ. ഓ അങ്ങനെയാണെങ്കിൽ കൊറേ ആൾക്കാർ ഉണ്ട് ട്ടാ. അതാ തപ്പി പിടിക്കണേ. നമുക്ക് സെക്യൂരിറ്റിനെ നിർത്തണം. സെക്യൂരിറ്റി നിർത്തിയാലേ നടക്കുള്ളൂ. എടാ ഇവിടത്തെ ലൈറ്റ് അവിടെ പോയിന്നാലും. ഞാൻ തപ്പണതാ. സ്വിച്ച് എവിടെ? ലൈറ്റ് ഞാൻ ഇട്ടരാം. മറ്റേ ഇതെടുത്ത് ബഗ്ഗി ഇവിടെ യോഗട്ടൊക്കെ കൂടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നാ? ആരോ സ്റ്റോറൂമേ കൊണ്ടുവച്ചേ. അതെ ആരെങ്കിലും കൗണ്ടറിൽ കയറുന്നേ. ഞാൻ നിക്കാം. മാറിക്കോ, വെക്കണ്ട്. പൊക്കോ. എന്റെ കണ്ണ്. നെക്സ്റ്റ്. 719 വൈകി. ഇത് നമുക്ക് സെറ്റ് ആക്കാം. ഇന്നത്തെ കട മൊത്തം ഒരു ലൈറ്റിന് $30. വേണ്ട, വേണോ? ഇടക്ക് കത്താറുണ്ടാ. ഇന്നും കൂടി കടല്ലാത്ത പോയിക്കോട്ടെ. ഇന്നും കൂടി കട ലൈറ്റ് ഇല്ലാണ്ട് പോട്ടെ. നാളെ വെക്കാം. സത്യം, നാളെ ലൈറ്റ് വെക്കാം. കൗണ്ടർ വാങ്ങിയിട്ട് ലൈറ്റ് ഉള്ളു കടയില്. ഒരു കോൺട്രാക്ട് നടക്കില്ല. എടാ കാശ് കള്ളന്മാരെ നോക്ക് കേട്ടാ. ബ്രഷും പിടിച്ച് പുറത്തു വന്നാൽ മതി. രാത്രി ഞാൻ പുലർച്ചൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്ന കേട്ടോ. കുഴപ്പമില്ല, കസ്റ്റമേഴ്സ് പോയിട്ട് 11:30 അടക്കൂ. ആര്? ഒരു സെക്കൻഡ് കൂടി. കട ഓട്ടോമാറ്റിക് കിടക്കും. അല്ല, കസ്റ്റമേഴ്സ് പോയിട്ട് കിടക്കുള്ളൂ. 11:30 11:30 എന്ന് പറയണ 23:30 എനിക്ക് ഇവിടെ നട കണക്ക് പഠിച്ച്. ആ ശരിയാണ്. ഞങ്ങക്കിവിടെ 2 മണിക്കൂർ നേരത്തെ. പക്ഷെ ഗെയിമിന് നീ 2 മണിക്കൂർ മുമ്പിലൊന്നല്ലേ? ആ അവന്റെ ഉടായിപ്പ്. ഭയങ്കര ഞാൻ പ്രൊഫഷണൽ ആയിട്ടുണ്ട് ഇതിനകത്ത്. വേറൊരു വാനില യോഗത്തിന് നല്ല കസ്റ്റമർ ഉണ്ട് കേട്ടോ. സാധനം വേണമെങ്കിൽ തീർന്ന സാധനം എടുത്തോളൂ, ഒരു ബോക്സ് മാത്രം. അങ്ങനെ എടുക്കാനാണെങ്കിൽ കൊറേ സാധനം എടുക്കണോ? വാനില യോഗട്ട് എടുക്കണം. ആ തീർന്ന മാത്രം എടുത്താൽ മതി. 0 ആയത്. വന്നു വെറുതെ പാട്ടി. കട ഇങ്ങനത്തെ ആൾക്കാർ വരാറുണ്ടോ അവിടെ? ഇല്ല മുമ്പ് ഉണ്ടാക്കണ്ട് അറിയില്ല. ഇപ്പൊ ഇല്ല. പാക്കറ്റ് പൊട്ടിച്ച് നിന്നിട്ട് പോണ വരുന്നുണ്ടേ. ഈ ടൈം ഔട്ടാ. സാധനം ഇപ്പൊ തീരും. ഒരു $100 കൂടെ, 1 മണിക്കൂറും കൂടെ ഉണ്ടല്ലേ. സെറ്റ്. ആൾക്കാരുണ്ടോ കടയിൽ ഇപ്പോഴും? അതിൽ പോയാ കഴിഞ്ഞ് സമയം കഴിഞ്ഞ്. ഇത് ലാസ്റ്റ് കസ്റ്റമേഴ്സ് 10:30. ആ ഇവര് പോകുമ്പത്തിനും കാശ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ചെസ്സിനാ ജയിലിന്റെ മൂലക്ക് ഈ കുഞ്ഞിങ്ങനെ ഇരുത്താം. ചെസ് ഇങ്ങോട്ടാ. നിന്നെ എടുത്തോ നല്ല തോന്നുന്നുണ്ട്. നീ ഇരുന്നാൽ കുറച്ചുകൂടി നല്ല സൗകര്യമായിരിക്കും. നീ എന്തിനാ ചാടി കളിക്കുന്നു? നീ ഇറങ്ങാണ്ടിക്ക്. നീ മൂല നോക്കിയാടാ. ഇവിടെ ഏതൊരു നട്ട് എടുക്കണ്ടോ നിർത്തതേ. അയ്യേ, $24 പർച്ചേസ് ചെയ്ത കസ്റ്റമർ. ഷെൽഫിന് നെട്ട് അവിടെ ഉണ്ടാവും. എടുക്കടാ. കഴിഞ്ഞടാ. ഒന്നും ആയില്ല. നോക്കി നാളെ കൊണ്ടാവുള്ളൂ. പറയാൻ പറ്റില്ല, ചിലപ്പോ ആരും വലിയ കുറെ സാധനം വാങ്ങിക്കഴിഞ്ഞാവോ. ഇവര് രണ്ടാളും വന്നിട്ട് വല്ലാണ്ട് സാധനം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ ഒരു സ്റ്റോക്ക് $10 കിട്ടാണ്ടിരുന്നുണ്ട്. കുഴപ്പമില്ല, നാളത്തെ ഫസ്റ്റ് പ്രയോറിറ്റി. രാവിലെ വാങ്ങുന്നു ബഗ്ഗി. രാത്രി വാങ്ങുന്നതിനെക്കാട്ടി നല്ല രാവിലെ വാങ്ങുന്ന. അതെ അതെ. കടക്ക് ലാഭം നോക്കട്ടെ. ഇന്ന് ലാഭം തന്നെയാവും. 258 ഇതിലും ലാഭം ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ഫസ്റ്റ് 10 ഇതൊന്നും പറ്റിയില്ലല്ലോ ഇതിന്. നമ്മളെ മെഷീന് കറണ്ട് വേണമെന്ന്.
എടാ സാധനം മെഷീന്റെ അനുസരിച്ചുള്ള മേടിച്ചിട്ടാ. കടറന്നോ ഇവിടെ അവിടെ സാധനങ്ങൾ എന്തായിരുന്നു പറഞ്ഞ ഇവിടെ. എവിടെ? അവിടെ പില്ലാണ് നാലാള് എന്തായാലും വേണമെങ്കിൽ. വേണ്ട വേണ്ട വേണ്ട, ഒരു 4 കസ്റ്റമർ ആയി നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് സാധനം വാങ്ങിട്ട് നിർത്തിയിട്ട് നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കാനുണ്ട് ഓഫ്ലൈനില്. എന്താ ഈ പേര് നോട്ട് ചെയ്ത് വെച്ചോ. മെയിൻ ഐറ്റം സാധനം വാങ്ങിട്ടോടാ കട കയറാ കട പോ സാധനം വാങ്ങിക്കാം. അവിടെ പ്രൊമോഷനാണ്. കട കയറി കയറ് സാധനം വാങ്ങിക്കോട്ട് സ്പോട്ട് വാങ്ങിക്കുക. കട കയറി പോ കയറി. ആ ഏതനുസരടാ നീ കയറി കക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടിച്ച് നിന്റെ $7 കൂടെ. അയ്യോ സൂപ്പ് എന്തെങ്കിലും വാങ്ങിക്കോ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന കാര്യത്തില് കേട്ടാ. ഇങ്ങനെ ഇറങ്ങണം. ഇവിടെ സാധനമൊക്കെ ഞാൻ മുമ്പേ നോക്കി വെച്ചതാ. ഇതല്ല സാധനം. അതന്നെ. ഇനി മറ്റേത് റിബൺ കെട്ടണം അവിടെ. റിബണിന്റെ ഒരു കാര്യമില്ല ചേട്ടാ. സ്ഥലം കളയാൻ ഇവിടെ തട്ടി തടഞ്ഞു നിൽക്കുന്നത്. എന്നാ 2 വെച്ച് 3 വേണ്ട, അത് ഒഴിവാക്ക്. ഇങ്ങനെ ഇത് സാധനം നീക്കുന്നത് നീ നോക്കി. അതെങ്ങനെ വിൽക്കുന്നത്? ഇവിടെ വിൽക്കാൻ പറ്റുമായിരുന്നാ? സുഖം മൊത്തം ഒഴിവാക്കിയോ? സുഖം എങ്ങനെ വിറ്റത്? അത് വേണ്ട, അതിങ്ങോട്ട് സാധനം വിറ്റത് എങ്ങനെ? ഈ ടാബ് ഇട്. ഏ ടാബ്? ഈ ടാബ് ഫസ്റ്റ് എക്സ്ട്രാ ഉണ്ടാ അതാക്കി തിരിച്ചു വെക്കുന്ന എങ്ങനെ? ആ ഓക്കെ ക്ലോസ് ചെയ്യാനാ? അത് സുഖം അടിക്കും. അല്ലെങ്കിൽ ഈ കൗണ്ടർ ക്ലോസ് ചെയ്യണം. അതാ ഇരിക്കണേ. ബില്ലടിച്ചോ? കുഴപ്പമില്ല. നീ സാധനങ്ങൾ മേടിച്ചോട്ടാ. പൈസ ഒരു 270 ആയാലും നമുക്ക് സാധനം ഓർഡർ ചെയ്ത് വെച്ച സാധനം വരും. 270 ആയാലേ കടം തരില്ല എത്ര? ഇല്ല. അയ്യോ ഇല്ല, ഒരു സാധനം ഇല്ല ചേട്ടാ. ഇനിയിപ്പോ സാധനം രണ്ടാളിങ്ങോട്ട് വെച്ച ഞാൻ വീട് നടത്തട്ടെ. അവിടെ ആള് വരുന്നില്ലേ? ഇത് ബാക്കി 70 കൊടുക്കും. നീ ഇത്ര നേരം വാങ്ങിയ കാശാണോ തിരിച്ചു കൊടുത്തിരുന്നത്? എന്ത് എന്തൊക്കെ ചീസ്? എന്തിനാണ് 3 തരം 4 തരം ചീസൊക്കെ? ഒറ്റ സാധനം പോരെ? ആ സാധനത്തിനാ ഡിമാൻഡ് കൊടുത്തിട്ട് അമ്പാണിട്ടുണ്ട്. വാട്ടർ ബോട്ടിലില്ല. നോക്കി വാട്ടർ ബോട്ടിൽ വേണം. ഒന്നുമില്ല, നമ്മളെ പഴയ സാധനം. റൈസ് ഇല്ല, വാട്ടർ ബോട്ടിൽ ഇല്ല. റൈസിന് 46. അല്ലേ എന്തേലും ഒരു സാധനം ബില്ലടിക്കുകയാണെങ്കിൽ അപ്പൊ എന്തെങ്കിലും ആക്കുമ്പോ നിനക്ക് വേണ്ടത് പറഞ്ഞു. ഞാനല്ലേ അടിക്കുന്നത്. ഞാൻ വേണേ $2 കൂട്ടി അടിച്ചോ. അത് തരും. കാടൊക്കെ തരും. ഓർഡർ ക്ലോസ് ചെയ്തു പട്ടി. ഓക്കെ, അപ്പൊ സാധനം ഫില്ലായി. പിന്നെന്താ വാട്ടർ ബോട്ടിൽ 30. ഈ കൗണ്ടർ ക്ലോസ് ചെയ്തവരെന്താ ചെയ്യാ? ഒരു ബില്ലടക്കാണ്ട് സാധനം കൊണ്ടുപോകും. പിന്നെ എല്ലാത്തിനും തല്ലണ്ടി വരും. എന്നിട്ട് $82 വേണല്ലേ 2 സാധനം വാങ്ങിക്കാണ്ട്. പോയി തുറന്നവിടെ ഇരിക്കടാ. ഓക്കെ. ആരെ കക്കാവുന്ന പോലെ ഓടി കയറിയണ്ടല്ലേ കാരണം സുഖവും. സാധനം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റമർക്ക് ഇവിടെ ഒരു കുറവൊന്നുമില്ലല്ലോ. ഉള്ള സാധനം വെച്ച് പോയേ
അവിടെ ഫില്ല് ചെയ്യുന്നു, അവിടെ തീരുന്നത്. എന്ത് വാങ്ങിയത്? ഒരു ബോക്സ് കാണുന്നില്ല. ആ എടോ, ഇവൻ അതിന്റെ ഇടയ്ക്ക് മൾട്ടി ടാസ്കിങ്. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റായി. ഉള്ള സാധനം കൊണ്ടൊക്കെ അപ്പൊ ശരി ഗൈസ്, അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, സബ് ചെയ്യാത്തവര് സബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് വലിയ വീഡിയോ ആയി പോയി, നമ്മൾ മിഷീൻ വാങ്ങിക്കുന്നതാ. അപ്പൊ നമുക്ക് ഇനി സൂപ്പർ മാർക്കറ്റ് വലുതാക്കാനൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും കുറച്ചുകൂടെ ക്യാഷ് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം ഇതിൻ്റെ അകത്ത്. എന്നിട്ട് നമുക്ക് മറ്റേ എന്താ പറയാ, നമ്മുടെ ഇതൊക്കെ ആക്കാം. പുതിയ കട വലുതാക്കണം, ഷെൽഫ് പുതിയ വാങ്ങിക്കണം. അതിനെക്കാട്ടി മുമ്പ് നമ്മൾ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് എല്ലാവരും സബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.